എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു സ്വർഗം നിങ്ങളെ കാണിക്കാനാണ്. ഹോം ടൂറാണ് അല്ലേ അല്ലേ നമുക്കിട്ടാ നമ്മുടെ വീട് കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കൊച്ചു ഗേറ്റാണ്. ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് വഴി സൗകര്യം കുറവാണ് കേട്ടോ. റോഡ് സൈഡല്ല. അത് കഴിഞ്ഞ് ഇതെല്ലാം പിന്നിട്ടതാണ് കേട്ടോ. തറയോടിട്ട് കസേര സെറ്റ് ഇല്ലാത്തപ്പോൾ അകത്ത് ഹാളിൽ കിടന്ന കസേര കേട്ടോ. അത് പിന്നെ പുറത്തിട്ട് അപ്പോൾ മണ്ടയ്ക്ക് അന്നേരം ഈ വർക്ക് ചെയ്തേക്കുക. മണ്ടയ്ക്ക് അന്നേരം ഈ വർക്ക് ചെയ്തുകൊണ്ട് അതെടുത്തരാം. അപ്പോൾ നല്ല കാറ്റാണ്. പുറത്തൊക്കെ വന്നിരിക്കാം, കാര്യം പറയാം എല്ലാവരുമായിട്ട്. നേരെ നമ്മൾ സിറ്റൗട്ടില്ല, നേരെ ഹാളിലോട്ടാണ് കയറുന്നത് കേട്ടോ. ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഹാളും ഈ ജീവിതമാണ് ഞങ്ങൾ കൂടുതലും. പിന്നെ അടുക്കള കുറവാണ്, അമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പായ എപ്പോഴും കാണും കേട്ടോ. കൂടുതലും ആമിക്കുട്ടി തറയിൽ നിന്ന് കളിക്കുമ്പോഴത്തേക്കിനും ഇട്ട് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ച് കളിക്കുമ്പോഴത്തേക്കിനും ഞാൻ അന്നേരം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പായയിലാകുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് പെറുക്കി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ വേണ്ട ഇവിടെ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥ പറയാം. വേണ്ട ഇവിടെ ആയിരുന്നു നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ TV സെറ്റ് ചെയ്ത് വിദ്ദുക്കുട്ടൻ അറിയാലോ, അനിയത്തിയുടെ മോനാണ് വിദ്ദു. അതിലെങ്ങാണ്ട് ഞാലുവോ എങ്ങാണ്ട് ചെയ്ത കൂട്ടത്തിൽ ഇത് ഇളകിയിരിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ഈ സെറ്റ് വലിച്ച് തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ TV ഇളകി താഴോട്ടങ്ങ് വീണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറ്റി ഞാനിപ്പം പുതിയതായിട്ട് ഒരു കുറഞ്ഞ TV വാങ്ങിച്ച് വെച്ചതാണേ. അപ്പം ഇതാണ് ഹാള്. ഡൈനിങ് ടേബിൾ. ഇതല്ലായിരുന്നു ഡൈനിങ് ടേബിളും നല്ല മാറ്റമുണ്ടേ. കണ്ടോ കയറി വരുന്ന ഇത്രയും സെറ്റ് കുഞ്ഞൊരു ഹാളാട്ടോ. അപ്പോൾ വലിയൊരു ഡൈനിങ് ടേബിളാണേ. അപ്പം നമുക്ക് സ്പേസ് താണ്ടേ ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് സ്പേസാണേ. അതിൻ്റെ അപ്പുറത്തിൽ വാഷ് ബേസിനുണ്ട്. അതെല്ലാം താണ്ട കസേര വെച്ചിട്ട് മൂടിയേക്കുവാണേ. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആദ്യം വെച്ച വീട്. ഈ ഹാള് വേണ്ട, ഈ 2 റൂം, അടുക്കള, ഇത്രയേ ഉള്ളായിരുന്നേ. ഇതായിരുന്നു ഞങ്ങളുടെ സ്വർഗം. ഇത് കഴിഞ്ഞ് വേണ്ട നേരെ പോകുന്നത് ഒരു റൂമിലോട്ടാണേ. ഇത് അനിയത്തിയുടെ റൂമായിരുന്നു. അവൾ പോയതിന് ശേഷം അവൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണേ. ഇതെല്ലാം ഈ 2 കസേര ആമിയുടെയും വിദ്ദുവിൻ്റെയും, തൊട്ടിൽ വിദ്ദൂട്ടൻ്റെയാണ്. ഒരു സ്ട്രോളർ, അതും വിദ്ദുക്കുട്ടൻ്റെയാണ്. ഇപ്പം അമ്മയും പപ്പായുമായി ഇതിൽ കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കൊച്ചു സ്വർഗം. ഒരു ചെറിയ 2 അലമാര ഉണ്ട് സെറ്റ്. ഇതൊക്കെ രണ്ടാമത് വെച്ചതാണ് കേട്ടോ, സാധനങ്ങൾ വെക്കാനുള്ള ഇത് കാരണം. അങ്ങനെ ഇതെല്ലാം സ്ട്രോളറിലൊക്കെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചേക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ സംസാരിച്ച പാടെ നമ്മുടെ ആളിവിടെ ഒരു അനിയത്തിയുടെ സ്റ്റഡി ടേബിളായിരുന്നത് കേട്ടോ. സ്റ്റഡി ടേബിളും അയൺ ചെയ്യുന്നതും എല്ലാം ഇവിടാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഒരു റൂം കണ്ടോ. എന്തായിരുന്നു ഇനി അടുത്ത റൂമിലോട്ട് പോവാവേ. ഇതാണേ അല്ല ഹാളിൽ. പിന്നെ നമ്മുടെ ഒരു എന്താണ് പറയണ്ടേ, ഷോ കേസ്. അതിൽ കൂടുതൽ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസും ആമിയുടെ അമ്പാരിയുടെ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ പപ്പയുടെ പട്ടാളത്തിൻ്റെ അങ്ങനെ ഉള്ള കുറച്ചാണ്. പിന്നെ ഈശ്വര ദൈവങ്ങളുടേത് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നേരെ പോകുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ സ്വർഗം കേട്ടോ. ഞാനും അമ്പാടിയും രാജേട്ടൻ്റെയും അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും സ്വർഗം ഇതായിരുന്നേ. അമ്പാടിമാൻ്റെ ഒരു സ്റ്റഡി ടേബിളുണ്ട്, ഞങ്ങളുടെ ഒരു കട്ടിൽ. ഇപ്പോൾ ഇതിലാരും കിടക്കുന്നില്ല കേട്ടോ. ആമിപ്പൊന്നൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ കട്ടിൽ പോരാതെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാറിയതാണേ. അപ്പോൾ ആരും കിടക്കാത്തതുകൊണ്ട് അമ്പാടിമാൻ്റെ വയലിനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെഷീനുണ്ട്. ഞാൻ തയ്ക്കാറില്ല കൂടുതലും കേട്ടോ. എന്തെങ്കിലും കീറിയോ അങ്ങനെയുള്ള പരിപാടിയിൽ തയ്ക്കും. പിന്നെ 2 അലമാര. ഇത് ജാമ്പവാൻ്റെ കാലത്തെ അലമാര കേട്ടോ. എത്ര വർഷമായി കാണും, 28 വർഷമായ വീടാണ് കേട്ടോ. അന്നുള്ള അലമാരയാണ്. ഇതല്ലാതെ സെറ്റ് ചെയ്തതാണ്. പിന്നെ വേണ്ട ഉപയോഗമില്ലാത്ത ഒരു എന്താ പറയണ്ടേ, എന്തായിരുന്നു, കമ്പ്യൂട്ടർ അതുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇൻവെർട്ടർ ഒരു കവർ മേടിച്ചിട്ടതായിരുന്നേ. അതൊന്നേരത്തെ ഞാൻ പാകമല്ലായിരുന്നു. ഇപ്പോൾ അത് ആമിപ്പൊന്നിൻ്റെ ഡ്രസ്സൊക്കെ, വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്നതാണിത്. പിന്നെ പൊന്നിൻ്റെ ഇപ്പോൾ സ്നഗ്ഗി കൂടുതലും വെക്കാറില്ല. അല്ലാതുള്ള എന്തെങ്കിലും എന്താ പറയണ്ടേ, യാത്രകൾ പോകുമ്പോഴത്തേക്കിന് വെക്കും. ഇത് ഇന്നലെ ഇട്ടിട്ട് ഞാൻ
ഊരിയിട്ട എന്താ ക്യാരം ബോർഡാ. അപ്പോൾ ഇത് ഇത്രയുള്ളേ. കണ്ടോ, ഇത് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വർഗം. ഇതായിരുന്നു ഞങ്ങളുടെ സ്വർഗം. നേരെ അടുക്കളയിൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ എല്ലാം ഇങ്ങനത്തുള്ള കൊച്ചു ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ട, ഒറ്റ നോട്ടത്തിൽ അടുക്കള താണ്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് അടുക്കള. കണ്ടോ, ഇനി താണ്ട് ആ കാണുന്നത് കണ്ടോ, ഇതായിരുന്നു കാണുന്നത്. അത് ബാത്റൂമാണേ. എത്ര വർഷമായി കാണും ഇപ്പം വീട് വെച്ചിട്ട് 28 വർഷം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ +2 അല്ല, ഡിഗ്രി സെക്കൻഡ് ഇയറിനാന്ന് തോന്നുന്നു. ആ ബാത്റൂം നമ്മുടെ സ്ഥാനം നോക്കി വന്നപ്പോൾ അത് അവിടെ ആയിരുന്നു നമുക്ക് സ്ഥാനം. അങ്ങനെ വെച്ചതാണ്. കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. ഇത്രയേ ഉള്ളൂ. അടുക്കളേൻ്റെ ആ മൂലക്കായിട്ടാണ് നമുക്കവിടെ ബാത്റൂം വന്നേക്കുന്നത്. പിന്നെ അന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ള വെക്കാനേ പറ്റിയുള്ളായിരുന്നു. ഇനി നേരെ പോകുന്നത് ഒരു പാസേജാണ്. ഇതിപ്പം പപ്പ പെൻഷനായി വന്നപ്പോഴത്തേക്കിന് നമുക്ക് പപ്പായ്ക്കും അമ്മയ്ക്കും കിടക്കാൻ സൗകര്യമില്ലായിരുന്നു. അതായത് ഞാൻ സെപ്പറേറ്റ് കല്യാണം കഴിഞ്ഞു. അനിയത്തിക്ക് അന്നേരത്തേക്കും സെപ്പറേറ്റ് കിടക്കണമായിരുന്നു. അനിയത്തി അന്നേരം വലുതായല്ലോ, അപ്പം അവൾക്ക് സെപ്പറേറ്റ് കിടക്കണം. അങ്ങനത്തെ സാഹചര്യത്തിൽ അപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും കിടക്കണമല്ലോ, വേറെ റൂം വേണമല്ലോ, 3 റൂം എന്താണേലും വേണമല്ലോ. അങ്ങനെ നമ്മളൊരു വീട് ഇറക്കിയതായിരുന്നു ഇത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാസേജ് മാതിരി കൊടുത്തുകൊണ്ട് വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്തു. ഇവിടെ ഒരു കൊച്ചൊരു അലമാര സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്വർഗത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ലൈറ്റ് ഇടട്ടെ. ഓക്കെ, ഇതാണിപ്പോൾ ഞങ്ങളുടെ സ്വർഗം. ഇത് അമ്മയുടെയും പപ്പയുടെയും റൂമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആമിയും കൊണ്ട് ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് കിടക്കാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. ഇത്രയും വലിയൊരു റൂമാണ്. ആ വലിയ റൂമിൽ വലിയ 2 കട്ടിലാണ്. പക്ഷെ നമുക്ക് നടക്കാൻ സൗകര്യമില്ല. കണ്ടോ, ഇത്രയേ ഉള്ളേ. അങ്ങനെ ഞാൻ കിടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണണോ? ഞാൻ കിടക്കുമ്പോൾ ഇവിടെ കിടക്കും. ഞാൻ കിടക്കുന്നത് ഇവിടെ ഞാൻ കിടക്കും. പക്ഷേ ദാണ്ട് ഈ ഊട്ടക്കകത്ത് എങ്ങനെയാ അവളെന്നെ വന്ന് വീഴ്ത്തുന്നേന്നറിയത്തില്ല. ചട്ടമ്പിടി ചിരിയുണ്ടോ ഈ കള്ളിപ്പാറ്? അവളെന്നെ വേണ്ട ഈ വിടവിൽ വന്ന് ഇട്ട് എന്നെ ഉരുട്ടും കേട്ടോ. ഞാൻ ആ വിടവിൽ വന്ന മിക്ക ദിവസങ്ങളിലും എനിക്ക് പുറത്ത് വരണേ. ഇത്രയും വലിയൊരു ഇതുണ്ടായിട്ട് അങ്ങനെയാണ് സിറ്റുവേഷൻ. പിന്നെ എൻ്റെ ഇവിടെ 2 അലമാരി, എൻ്റെ ഇപ്പം വീണേനെ. ഇവിടെ 2 അലമാരി ഉണ്ട്. അവിടെ ദാണ്ട് ചൂട് കാരണം ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗം. വളരെ പെട്ടെന്നുള്ള ഒരു ഹോം ടൂറാണ് ഇത്. വളരെ പെട്ടെന്ന് എടുത്ത് കഴിയുക, അത്രയേ ഉള്ളൂ കാണിക്കാൻ. അപ്പോൾ ഇതാണ്, അത്രയേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു റൂം ഉണ്ടോ, ഞങ്ങളുടെ സ്വർഗം. ഇപ്പം പപ്പയുടെ അമ്മയുടെ ആയിരുന്നു, ഞങ്ങൾ കൈയേറി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു സ്വർഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അപ്പോഴത്തേക്കിനും അതുവരെ എന്താണ്, ടാറ്റാ.